നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ആഡംബര വാഹനത്തിൽ അനധികൃതമായി കടത്തിക്കൊണ്ടുവന്ന 224 കുപ്പി മാഹി മദ്യവുമായി ഒരാൾ അറസ്റ്റിൽ. മാഹി പള്ളൂർ സ്വദേശി ജംഷാദിനെയാണ് പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. മാളയിൽ കെട്ടിടം പൊളിക്കുന്നതിനിടെ ഇതര സംസ്ഥാന തൊഴിലാളിക്ക് പരിക്ക്. കാലിൽ പരിക്കേറ്റ തൊഴിലാളിയെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത്, സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കേരളോത്സവത്തിന്റെ സമാപന സമ്മേളനവും സമ്മാനദാനവും നടന്നു. വാർത്തകൾ വിശദമായി. ആഡംബര വാഹനത്തിൽ അനധികൃതമായി കടത്തിക്കൊണ്ടുവന്ന 224 കുപ്പി മാഹി മദ്യവുമായി ഒരാൾ അറസ്റ്റിൽ. മാഹി പള്ളൂർ സ്വദേശി ജംഷാദിനെയാണ് ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. മദ്യം കടത്തിക്കൊണ്ടുവന്ന വാഹനവും കസ്റ്റഡിയിലെടുത്തു. മയക്കുമരുന്ന് കടത്തലിനെതിരെ ജില്ലാ പോലീസ് മേധാവി ആവിഷ്കരിച്ച പ്രത്യേക രാത്രികാല വാഹന പരിശോധനയിൽ പുലർച്ചെയോടെ അമിത വേഗത്തിലെത്തിയ കാർ സംശയം തോന്നി പരിശോധിച്ചപ്പോഴായിരുന്നു സംഭവം. വാഹനത്തിന്റെ ഡിക്കിയിൽ രഹസ്യമായാണ് മദ്യം സൂക്ഷിച്ചിരുന്നത്. കൊടകര പേരാമ്പ്രയിൽ ചാലക്കുടി സബ് ഡിവിഷൻ ഡാൻസ് ഓഫ് സ്ക്വാഡും കൊടകര സർക്കിൾ ഇൻസ്പെക്ടർ പി കെ ദാസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ചേർന്ന് നടത്തിയ വാഹന പരിശോധനയിലാണ് മദ്യം പിടികൂടിയത്. ചോദ്യം ചെയ്യലിൽ കേരളത്തിലെ വിവിധ ജില്ലകൾ കേന്ദ്രീകരിച്ച് മദ്യവിൽപ്പന നടത്തി വന്നയാളാണ് ജംഷാദ് എന്നും ആവശ്യക്കാരിൽ നിന്നും വാട്സപ്പ് വഴി ഓർഡർ സ്വീകരിച്ച് വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച് മദ്യവിൽപ്പന നടത്തുകയാണ് ചെയ്തതെന്നും ജംഷാദ് പോലീസിനെ അറിയിച്ചു. കേസിലെ കൂടുതൽ പ്രതികളെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായി പോലീസ് സംഘം പറഞ്ഞു. മാളയിൽ കെട്ടിടം പൊളിക്കുന്നതിനിടെ ഇതര സംസ്ഥാന തൊഴിലാളിക്ക് പരിക്ക്. മാള ടൗണിന് സമീപം പഴയ കെട്ടിടം പൊളിക്കുന്നതിനിടെയാണ് ഇതര സംസ്ഥാന തൊഴിലാളിക്ക് പരിക്കേറ്റത്. കോൺക്രീറ്റ് സ്ലാബ് കാലിലേക്ക് വീഴുകയായിരുന്നു. മാള ഫയർഫോഴ്സ് അപകട സ്ഥലത്തെത്തിയിരുന്നു. കാലിൽ പരിക്കേറ്റ തൊഴിലാളിയെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത്, സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കേരളോത്സവത്തിന്റെ സമാപന സമ്മേളനവും സമ്മാനദാനവും നടന്നു. വി.ആർ. സുനിൽകുമാർ എം.എൽ.എ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി അധ്യക്ഷത വഹിച്ചു. ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ.ആർ. ജോജോ, അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി.വി. വിനോദ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡൊമിനിക് ജോമോൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ ബിന്ദു ഷാജു, ഷിജി യാക്കോബ്, ജോസ് മാഞ്ഞൂരാൻ, മാള ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സന്ധ്യ നൈസൺ, സിൽവി സേവ്യർ, ജുമൈല സഗീർ എന്നിവർ സംസാരിച്ചു. ഇതിലൂടെ വളർന്നു വന്നിട്ടുള്ള ഒത്തിരി കായിക താരങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മുടെ ഐ.എം. വിജയനെ പോലുള്ള കായിക താരങ്ങൾ ഗ്രാമാന്തരീക്ഷങ്ങളിൽ നിന്ന് വളർന്നു വന്നതാണ്. അങ്ങനെ ഒത്തിരി പേര് ഐ.എം. വിജയനെ കുറിച്ച് ഞാൻ പറയുന്നത് എൻ്റെ സുഹൃത്തുക്കൂടി ആയതുകൊണ്ട് ഞാനതിനെ സൂചിപ്പിച്ചത്. തീർച്ചയായിട്ടും അവരൊരു സാധാരണ കുടുംബത്തിൽ നിന്ന് വളർന്ന് കേരളവർമ്മ കോളേജിൽ നിന്ന് അവിടുത്തെ കോച്ച് വളർത്തിയെടുത്തതാണ്. വേറെ ഇവിടുത്തെ കേരളവർമ്മ ഗ്രൗണ്ടിൽ നിന്ന് വളർത്തിയെടുത്തൊരു കായിക താരമാണ് ഐ.എം. വിജയൻ എന്ന് പറയുന്നത്. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ പ്രതിഭാ സംഗമം നടത്തി. പിന്നണി ഗായകനും ഫ്ലവേഴ്സ് ടി.വി ടോപ്പ് 10 ഫൈനലിസ്റ്റുമായ മാസ്റ്റർ ശ്രീഹരി പ്രതിഭാ സംഗമം ഉദ്ഘാടനം ചെയ്തു. CBSE, ICSE സ്റ്റേറ്റ് കലോത്സവങ്ങളിൽ എ ഗ്രേഡ് നേടിയ തൃശൂർ ജില്ലയിലെ 500ഓളം വിദ്യാർത്ഥികൾ പ്രതിഭാ സംഗമത്തിൽ പങ്കെടുത്തു. ഇരിഞ്ഞാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ചാലക്കുടി MLA TJ സനീഷ് കുമാർ പ്രതിഭകൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. തുടർന്ന് മാധ്യമരംഗത്തെ പ്രശസ്തനായ മനോജ് കമ്മത്തിന്റെ മോട്ടിവേഷണൽ സ്പീച്ചും സഹൃദയയിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കലാവിരുന്നും അരങ്ങേറി. സഹൃദയ കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ, പ്രിൻസിപ്പൽ ഡോക്ടർ ജോയ് KL, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K. കരുണ,
ഫിനാൻസ് ഓഫീസർ സിബിൻ വാഴപ്പിള്ളി, സഹൃദയ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് വിഭാഗം ഡീൻ പ്രൊഫസർ തോമസ് വിജയ്, ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീജിഷ് കെ, പൊയ്യാറ സഹൃദയ സ്റ്റുഡൻസ് കൗൺസിൽ ചെയർപേഴ്സൺ മിസ് മെറിൻ ബേബി എന്നിവർ സംസാരിച്ചു. കാവും കുട്ടയും ചുമന്ന് നടന്ന് മത്സ്യവില്പന നടത്തുന്ന ഇബ്രാഹിമിനും കുടുംബത്തിനും സുരക്ഷിതമായ ഒരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായി. ഇതിന് വഴിയൊരുക്കിയത് കൂരിക്കുഴി മഹല്ല് പ്രവാസി അസോസിയേഷനും. കയ്പമംഗലം കൂരിക്കുഴി പഞ്ഞംപള്ളി സ്വദേശി കുന്നുങ്ങൽ വീട്ടിൽ ഇബ്രാഹിമിനാണ് അസോസിയേഷൻ ഭാരവാഹികൾ വീട് നിർമ്മിച്ചു നൽകിയത്. 3 പതിറ്റാണ്ടിലേറെ കാലമായി കാവും കുട്ടയും ചുമന്ന് കിലോമീറ്ററുകളോളം നടന്ന് മത്സ്യവില്പന നടത്തുന്ന ഈ 68-കാരനെ കുറിച്ച് 6 മാസം മുമ്പാണ് മാധ്യമങ്ങളിൽ വാർത്ത വന്നത്. വർഷങ്ങളായി ഓലപ്പുരയിലായിരുന്നു ഇബ്രാഹിമും കുടുംബവും അന്തിയുറങ്ങിയിരുന്നത്. മത്സ്യവില്പന നടത്തി കിട്ടുന്ന പണമായിരുന്നു ജീവിത ചിലവിനുള്ള മാർഗം. സമ്പാദ്യമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും 4 പെൺമക്കളെ ഇതിനിടയിൽ വിവാഹം ചെയ്തയച്ചു. മാധ്യമങ്ങളിലൂടെ ഇബ്രാഹിമിനെ കുറിച്ചറിഞ്ഞതോടെയാണ് KMPA വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചത്. 600 ചതുരശ്ര അടിയിൽ 10 ലക്ഷം രൂപ ചിലവിട്ടാണ് വീട് നിർമ്മിച്ചു നൽകിയത്. 2 കിടപ്പുമുറി, അടുക്കള, ഹാൾ, വരാന്ത, 2 ശുചിമുറി എന്നിവ ഉൾപ്പെടുന്നതാണ് വീട്. രാവിലെ നടന്ന ചടങ്ങിൽ KMPA ഭാരവാഹികൾ ചേർന്ന് വീടിന്റെ താക്കോൽ കൈമാറി. KMPA ചെയർമാൻ PM ഷാഹുൽ ഹമീദ്, കൺവീനർ TK ഉബൈദ്, ട്രഷറർ KK ഹംസ, മഹല്ല് പ്രസിഡന്റ് സിറാജുദ്ദീൻ സഖാഫി, പഞ്ചായത്ത് അംഗങ്ങളായ PMS ആബിദീൻ, മിനി അരയങ്ങാട്ടിൽ, AA ഷാജി, KK സക്കരിയ, PN നസീർ, AM അബ്ദുള്ളക്കുട്ടി, TM റാഷിദ്, TK അലി, MA മുഹമ്മദ്, MB ഷാഹുൽ ഹമീദ്, PK റാസിഖ് തുടങ്ങിയവർ സന്നിഹിതരായി. ചടങ്ങിൽ മാധ്യമപ്രവർത്തകൻ ഷമീർ തളിക്കുളം, എഞ്ചിനീയർ റഷീദ് പെരുന്തറ എന്നിവരെ ആദരിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ചാലക്കുടി എക്സൈസ് റേഞ്ച് ഓഫീസിന്റെയും ചായപ്പൻകുഴി ഫോറസ്റ്റ് സ്റ്റേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ രണ്ടുകൈ വനമേഖലയിലുള്ള ഉൾക്കാട്ടിൽ തേനട്ടാംപാറയിൽ നിന്ന് 600 ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും കണ്ടെത്തി നശിപ്പിച്ചു. തേനട്ടാംപാറ ചോലയിൽ നിന്ന് പ്ലാസ്റ്റിക് പൈപ്പ് ഉപയോഗിച്ച് പാറക്കെട്ടുകൾക്കിടയിൽ വിവിധ പഴവർഗ്ഗങ്ങളും തെങ്ങിൻ പൂങ്കുലകളും കരിമ്പും ഉപയോഗിച്ച് പ്രത്യേകം തയ്യാറാക്കിയ മികച്ച ഇനം വാഷ് തയ്യാറാക്കി ചാരായം വാറ്റുന്ന വലിയ കേന്ദ്രമാണ് കണ്ടെത്തി നശിപ്പിച്ചത്. മലയോര പ്രദേശത്ത് വിവിധ ഉത്സവാഘോഷങ്ങൾക്കും വിവാഹ പാർട്ടികൾക്കും ലിറ്ററിന് 1500 രൂപ നിരക്കിൽ വിവിധ വാറ്റുകാർ കൊടുക്കുന്നതായി രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചാലക്കുടി എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ KK രാജുവിന്റെ നേതൃത്വത്തിൽ സംയുക്ത റെയ്ഡ് സംഘടിപ്പിച്ചത്. ചാലക്കുടി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ജെയ്സൺ ജോസ്, ചായപ്പൻകുഴി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ രഞ്ജിത്ത്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ അനൂപ് ദാസ്, അനീഷ് ചന്ദ്രൻ, മുഹമ്മദ് ഷാൻ എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ആഡംബര വാഹനത്തിൽ അനധികൃതമായി കടത്തിക്കൊണ്ടുവന്ന 224 കുപ്പി മാഹി മദ്യവുമായി ഒരാൾ അറസ്റ്റിൽ. മാഹി പള്ളൂർ സ്വദേശി ജംഷാദിനെയാണ് പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. മാളയിൽ കെട്ടിടം പൊളിക്കുന്നതിനിടെ ഇതര സംസ്ഥാന തൊഴിലാളിക്ക് പരിക്ക്. കാലിൽ പരിക്കേറ്റ തൊഴിലാളിയെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത്, സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കേരളോത്സവത്തിന്റെ സമാപന സമ്മേളനവും സമ്മാനദാനവും നടന്നു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.